ഇന്ന് ഞാനൊരു ഉച്ചയൂണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കൂമ്പ് തോരൻ വെച്ചിട്ടാണ്. വാഴക്കൂമ്പ് തോരൻ. ഇതാണ് ഇന്നത്തെ റെസിപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതളുകളൊക്കെ മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. അത് നമ്മൾ കട്ടിയുള്ള മുകളിലിരിക്കുന്ന തൊലിയൊന്നും നമ്മൾ ഒന്നിനും വേണ്ടി ഉപയോഗിക്കത്തില്ല. അതൊക്കെ നമുക്ക് ഇതളുകൾ എടുത്ത് മാറ്റുക. അതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട്, ചിലതിലാണെങ്കിൽ മഞ്ഞയായിരിക്കും, ഇതിൽ മഞ്ഞയാണ്, മറ്റേത് വേറെ ഒന്നിലാണെങ്കിൽ വെള്ളയായിരിക്കും. ഇത് മോറീസിൻ്റെ കൂമ്പാണ്. അപ്പോൾ ഈ വാഴക്കൂമ്പ് ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു കറ പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവിടെ കൈ കൊണ്ട് ആ അഴുക്ക വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ല വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിൽ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അഴുക്ക് വെള്ളം, ഇത് കറയായിട്ടുള്ള വെള്ളമാണ്, ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ആ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് വെന്ത് വരാം. അത് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം. ഒരു വേവുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാനായിട്ട് തേങ്ങ വേണം. അരമുറി തേങ്ങ, ഇച്ചിരി ഉള്ളി, സവാള, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കടുക് താളിക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അരച്ച് വെച്ച തോരൻ്റെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.